പീഡിപ്പിക്കുന്നവരോടല്ലേ ചോദിക്കേണ്ടത്? ഞാൻ സ്ത്രീയുമായി പീഡിപ്പിക്കാറില്ല. ഞാൻ പീഡിപ്പിക്കുന്നതായി കണ്ടിട്ടില്ല. മനസ്സിലായോ? കണ്ടിട്ടുമില്ല. ഇനി അറിയത്തുമില്ല എന്നുള്ളതല്ല, അതൊരു സ്ത്രീ പറയുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. അങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നതിന് മുന്നേ ആ സ്ത്രീയും ആ വ്യക്തിയും തമ്മിൽ ഇടപാടുണ്ടല്ലോ, അല്ലേ? അപ്പൊ തന്നെ ആ സ്ത്രീ കാരണം നോക്കി ഒരെണ്ണം കൊടുത്താ തീരാവുന്നല്ലോ ഈ പ്രശ്നം. പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് പക്ഷെ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ട്. എല്ലാ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. താങ്കൾ പറയുന്ന മേഖലയിൽ സംഭവിച്ചു. അപ്പോൾ അതിനകത്ത് താങ്കൾ അവർക്കൊപ്പമാണോ? ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരോടൊപ്പമാണ്. ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും. പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും. കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ നിൽക്കണം? സഹപ്രവർത്തകനും എന്റെ തന്നെയാണെന്ന് വിചാരിക്കട്ടെ. അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിൽക്കണം, വേണ്ടേ? മേഖലയിൽ ഡ്രഗ്സ് ഉപയോഗം ശക്തമാണെന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം. ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഏതൊക്കെയാ സിനിമാ മേഖലകളിൽ? ഈ റിപ്പോർട്ടിൽ പറയുന്നതാണ്, ഞാൻ പറയുന്നതല്ല. കലാകാരന്മാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ? അങ്ങനെ എന്തോ പഴുന്നില്ലല്ലോ. എന്തോ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. മദ്യവും സിഗരറ്റും ഡ്രഗ്സ് അല്ലേ? മദ്യവും സിഗരറ്റ് അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, മദ്യവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേൾഡ് മോസ്റ്റ് വേസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയും? സിഗരറ്റും ഡ്രിങ്ക്സും വേസ്റ്റ് ഡ്രഗ്സ്. അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ. സോ ചോദ്യം ഇതാണെന്നല്ല. അപ്പൊ ലഹരി എന്ന് ഡ്രഗ്സ് എന്ന് ചോദിക്കുമ്പോൾ മദ്യവും സിഗരറ്റും മയക്കുമരുന്നാണ്, അല്ലാതെ ആൽക്കഹോൾ അല്ല ഡ്രഗ്സ് എന്ന് പറയുന്നത്. മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ആണ്. അതിനെന്താ ഞാൻ പറയണ്ട? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സ് ആണ്. മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും. മാരക. അതല്ലേ ഞാൻ പറഞ്ഞത്. മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സംശയം, ജയിലിൽ പോയത് എന്തിനാണെന്നറിയില്ലേ? ഒരേ സമയം ഇരയ്ക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും എന്ന് പറയുന്ന നടൻ ഞാൻ ജയിലിൽ പോയ ഇത്രയും സെൻസിറ്റീവായ ഒരു വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കുമ്പോൾ പോലും ഞാൻ ഇരയ്ക്കൊപ്പവും ഉണ്ട് വേട്ടക്കാരനൊപ്പവുമാണ്, അല്ലാതെ എങ്ങനെ നിൽക്കാൻ പറ്റുന്നു എന്ന് ചോദിക്കുന്നു.